ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ നാട്ടിലെ ബോട്ടാണിക്കൽ ഗാർഡനിലാണ്. മലബാർ ബോട്ടാണിക്കൽ ഗാർഡൻ. ആരാണ് ശാന്തത ആഗ്രഹിക്കാത്തല്ലേ? എന്നാൽ ശാന്തത ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത്. പക്ഷേ ഉണ്ടല്ലോ, നമ്മളവിടെ എത്തിയപ്പോൾ പിന്നെ ശാന്തതയുടെ കാര്യം പറയണ്ടല്ലോ അല്ലേ. അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം നടന്നപ്പോഴാണ് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു പ്ലേയിങ് ഏരിയ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ അവിടായി ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ പിന്നെ ഓടാനും ചാടാനൊക്കെ അവരെ കഴിഞ്ഞിട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ അവരെ ദൗത്യം കൃത്യമായിട്ട് കഴിച്ചിട്ടു. സ്ലേഡിലൂടെ ഇറങ്ങി വന്ന ഇലൂനാണെങ്കിലോ അതേപോലെ കയറാനൊരാഗ്രഹം. എന്നാൽ പിന്നെ ഓൻ കയറട്ടെ എന്ന് വെച്ച് ഞങ്ങളും കാത്തുനിട്ടോ. അതൊന്നും നടക്കില്ല എന്ന് കണ്ടപ്പോൾ അതേമാതിരി തിരിച്ചിറങ്ങിയും വന്ന് അവിടുന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മളെ ഇശൂട്ടി അന്നത്താതൻ്റെ കൂടെ ഊഞ്ഞാലാടുന്നു കേട്ടോ. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇഷുവിനാണോ ഇസുവിനാണോ സ്ട്രോങ് നോക്കണമല്ലോ. ഞങ്ങൾ അതും ടെസ്റ്റ് ചെയ്ത്, പക്ഷേ രണ്ടിലും ഫലം കണ്ടില്ല കേട്ടോ. എല്ലാവരും സ്ലൈഡിലൂടെ കീണം കണ്ടപ്പോൾ നമ്മളെ ഇശൂട്ടിക്ക് ഒരു ആഗ്രഹം കേട്ടോ. അങ്ങനെ ഓളാഗ്രഹവും നമ്മൾ സഫലാക്കി കൊടുത്ത്. ഈ രണ്ട് കാക്കമാർക്കുണ്ടല്ലോ ഊഞ്ഞാലാടിയിട്ട് പൂതി ഇടണില്ലേനു. ഓല് പൂതിയോടോളം ഊഞ്ഞാലാടിക്കണം കേട്ടോ. അവിടുന്ന് ടാറ്റാ ബൈ ബൈ പറയാൻ സമയമെന്ന് പറഞ്ഞപ്പോൾ ഒരു പിന്നെ അവിടെ കളിക്കുക തന്നെ. എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് ടേണിങ്ങിലെത്തി. ഇഷുമോളെ കാണാപ്പോൾ എങ്ങനെയുണ്ട്? ഒരു സുന്ദരി ആയില്ലേ. സുന്ദരിനെയും കൊണ്ട് നടക്കുന്നത് നമ്മൾ അന്നത്താത്താണ് കേട്ടോ. കുറച്ചധികം നടന്ന് കാണാണ്ടെങ്കിലും അതിൻ്റെ ക്ഷീണമൊന്നും ആർക്കും ഇല്ല കേട്ടോ. എല്ലാവരും ഫുൾ ഓണ്, ഫുൾ വൈബ്, ഫുൾ മൂഡിലായിരുന്നു. പക്ഷേ ഇസാനൂനെ കണ്ടാൽ തോന്നും ഇവൻ്റെ വൈബ് എവിടെ പോയിന്ന്. ഓർക്കത്ത് നിന്ന് നീപ്പിച്ചുകൊണ്ട് എത്രക്കല്ലേ വൈബാൻ പറ്റുള്ളൂ അല്ലേ. നമ്മളെ ഇശൂട്ടിയാണെങ്കിൽ മൂത്താപ്പൻ്റെ തലയിലും മാറി മാറി എടുക്കാൻ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ നമ്മളെ ഇശൂട്ടിയും ഇവട്ടനും അടിപൊളിയാണ് കേട്ടോ. അവർക്ക് ഡിഫറെൻറ്റ് ആൾക്കാരെടുത്ത് ഡിഫറെൻറ്റ് കാഴ്ചകൾ കാണാം. നമ്മളെ യൂട്ടൻ്റെ ഓരോ കാര്യമല്ലേ. നമ്മളെ യൂട്ടനാണെങ്കിലോ ഇപ്പോഴും അതേ മൂഡിൽ തന്നെ കേട്ടോ. അവനെ എന്തൊക്കെ കാട്ടിയിട്ട് ശ്രമിച്ചിട്ടതാ അവന് ഈ ഒരവസ്ഥ വിട്ട് വേറെ ഒരു പരിപാടിക്ക് നിന്നിട്ടില്ല. ഈ രണ്ട് കാക്കമാരെ കണ്ടോ? ഇവർ ചില്ലറക്കാരല്ല കേട്ടോ. ഉള്ള കുരുത്തക്കേടൊക്കെ ഒപ്പിക്കാം ഇവരെ കഴിഞ്ഞിട്ടുള്ളൂ നമ്മളെ ടീമിലെ ബാക്കിയുള്ളവർ. ഇതുപോലെ ഒറ്റയ്ക്ക് നടക്കാന്നുള്ള മോഹം കൊണ്ടൊന്നും ഫാമിലി ആയിട്ട് ആരും വരരുത്. നമ്മളെ ചെക്കനതാ മൂത്താപ്പൻ്റെ തലയിൽ. മൂത്താപ്പ എടുത്തെടുത്ത് കൊയ്യോണ്ടാണെന്ന് തോന്നണ്. ഇതാ ഇപ്പം കണ്ടില്ലേ എങ്ങനെ ഇരിക്കണം. ഇശൂട്ടിയെ ഒരു ഹായ് തരുമെന്ന് ചോദിച്ചപ്പോൾ ഇശൂട്ടിൻ്റെ പപ്പാണ് ഹായ് തരുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ഹായ് കിട്ടിയാൽ മതിയല്ലോ അല്ലേ. നമ്മളെ പോക്കിരിക്കുകയാണെങ്കിൽ കുറച്ചേരം ഓടിച്ചാടി നടന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ എടുക്കണം. അതിൻ്റെ വാശിയിലാണ് അവന്. നമ്മൾ ഉറക്കം തോന്നിയ പാത്തനെ കണ്ടോ? ഓളാണെങ്കിൽ ഉറക്കം വന്ന് അങ്ങ് അറ്റെത്തിക്കണം കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ മാക്സിമം ഓള് ഞങ്ങളോട് സഹകരിച്ചിക്കണം. ഇല്ലാത്ത പറയാൻ പറ്റൂലല്ലോ. ഓളൊന്നും കൂടി ഉഷാറായിക്കോട്ടെ എന്ന് വിചാരിച്ച് സൂര്യനും വന്നു കൊടുത്തു ഓക്കൊരുമ്മ. ഏതായാലും ഒരു വൈക്ക് വന്നല്ലേ വിചാരിച്ച് അവിടുത്തെ ചെടിനി പൂക്കളും പേരൊക്കെ ഞാൻ ഇഷുവിന് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു കൊടുത്തു. ഓളൊക്കെ മനസ്സിലാക്കിക്കണമെന്നാണ് തോന്നണത്. നേരത്തെ എടുക്കാൻ വാശി പിടിച്ച കാക്കാണെങ്കിൽ ഇപ്പം ദാ പപ്പൻ്റെ മേത്ത് കയറിക്കണം കേട്ടോ. നമ്മളെ പാത്തൂനാണെങ്കിൽ പാട്ടിൻ്റെ ഏതെങ്കിലും ഒരു വരി ഏതെങ്കിലും ഒരു സൈഡിലൂടെ പോയാൽ അവൾ കടന്ന് ആടാൻ തുടങ്ങും കേട്ടോ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒന്ന് മൂളിയാൽ മതി. കൂട്ടത്തിലാടാൻ നമ്മളെ യൂട്ടനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടാളും കൂടി ഒന്നിച്ചാടി. അങ്ങനെ ഞാൻ ഈ യൂട്ടനെടുത്ത് വീണ്ടും നടന്നിട്ടോ. ഒത്തിരി ഉണ്ട് കാണാനൊക്കെ. ഞാനും ഈസാനും ഒറ്റക്ക് നടന്നപ്പോൾ തോന്നി എന്നാൽ പിന്നെ ദാൻഷാക്കിനെയും കൂട്ടം നടക്കാനെന്ന്. അല്ലെങ്കിൽ വേണ്ട, ഫുൾ ഫാമിലി തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ച് ഞങ്ങൾ ഒന്നിച്ച് നടക്കാൻ തുടങ്ങി. അന്ന് അടുക്ക് നിൽക്കണ മുതലെല്ലാം കണ്ടില്ലേ, അവനൊക്കെ തിരക്കൊന്നും നമ്മളെ ടീംസിൽ ബാക്കിയുള്ളവർക്കില്ല കേട്ടോ. ഈ ഒന്നിച്ചുള്ള നടത്തണ്ടല്ലോ, ഇത് നമുക്ക് പറ്റിയല്ല എന്ന് കണ്ടോട് നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിരിക്കണം കേട്ടോ. നമ്മൾ പോണ വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ പണ്ട് ബോട്ടണി പഠിച്ച പലതും ഇവിടെ കാണാം. പക്ഷെ ഉണ്ടല്ലോ ഒന്നും ഓർത്തെടുക്കാനുള്ള മാനസികാവസ്ഥയിലല്ലേ ഇനി ഞാനിപ്പോൾ ഉള്ളത്. നമ്മൾ നടന്ന വഴികൾ കുറച്ചൊക്കെ ഇങ്ങൾക്കും കാണിച്ചു തരാം കേട്ടോ. ഇലൂട്ടൻ ഇവിടെ വന്നത് ഇഷ്ടമായോ എന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടമായി എന്ന് പറയാം കേട്ടോ ഇലൂട്ടന്. ഞമ്മക്ക് പോരല്ലേ. അങ്ങനെ ഞങ്ങൾ ബട്ടർഫ്ലൈ ഗാർഡൻ തിരയേനു കേട്ടോ. തിരയുന്ന ഇടയിലാണ് അവിടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ കണ്ടത്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഏരിയ തന്നെ കേട്ടോ. ഇവിടെ ഒരു ഫോട്ടോ എടുത്തൊരു രീതിയെന്ന് ചോദിച്ചപ്പോൾ നമ്മളൊരു വീഡിയോ തന്നെ ഞങ്ങൾ എടുത്തെടുത്തു കേട്ടോ. അടിപൊളിയായില്ലേ. ബട്ടർഫ്ലൈ ഗാർഡൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ താഴോട്ടുള്ള ഏരിയയിലേക്ക് നടന്നു കേട്ടോ. അവിടെ നല്ല അടിപൊളി വ്യൂ തന്നെ ആയിരുന്നേ. നമ്മളെ പോക്കിരീസ് രണ്ടാളും ആ ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്തിട്ടോ. കാരണം അവർക്കായിരുന്നു ബാക്കിയുള്ളവരെക്കാളും കൂടുതൽ തിടുക്കം. കാരണം എന്താ അറിയോ, ആ കാണുന്ന വെള്ളത്തിൽ കുറേ മീനുകളുണ്ടേനി. മീനുകൾക്ക് എന്ത് കുട്ടികൾ വലിയോടുന്നില്ലേ, അതിനോട് ഞാനും നോക്കിയിരുന്നു കുറച്ച് നേരം കേട്ടോ.
ഞാൻ കൂടെ നടക്കുന്ന ഒരു വീഡിയോ എടുത്തു തരുമെന്ന് വെച്ചപ്പോൾ എൻ്റെ താത്ത പറഞ്ഞു ക്യാമറയ്ക്ക് വെക്കണ്ട ഇങ്ങനെ നടന്നാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നപ്പോൾ എൻ്റെ താത്ത ഇങ്ങനെ എടുത്തുന്നൊരു വീഡിയോ ഇട്ടത്. ഞാൻ നേരത്തെ മീനെ നോക്കി നിന്നപ്പോണ്ടല്ലോ അവിടെ ഒരു മണ്ടിലിക്കുട്ടീനെ കണ്ടിനി. പാമ്പാന്നൊക്കെ പറഞ്ഞ് ഞാൻ നല്ല ഹൈപ്പും കൊടുത്ത്, അതുകൊണ്ട് തന്നെ പേടിച്ച് പറിച്ച് നോക്കിക്കണ കണ്ടില്ലേ നമ്മളിലോട്ടനെ. പിന്നെ നമ്മളെ കുഞ്ഞിപ്പാത്തിൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടോ. ഓളവിടെ ഇങ്ങനെ ഇരിക്കുന്ന വീഡിയോസൊക്കെ എടുക്കാൻ നോക്കി. പക്ഷേ ഉണ്ടല്ലോ ഓളവിടുത്തെ പുല്ല് പറിക്കിനു. പുല്ല് പറിച്ച് ഞങ്ങളെ ലാസ്റ്റ് ബോട്ടാണിക്കൽ ഗാർഡൻ പറഞ്ഞേക്കോന്ന് പേടിച്ചപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടോളെ. അവിടുന്ന് പിന്നെ ഞങ്ങൾ ബട്ടർഫ്ലൈ ഗാർഡനിലെത്തിട്ടോ. ബട്ടർഫ്ലൈ ഗാർഡനിലെത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് അവിടെ നിറച്ചും ബട്ടർഫ്ലൈസ് ആയിരിക്കുന്നത്. കണ്ടില്ലേ ബട്ടർഫ്ലൈൻ്റെ തരുന്ന രണ്ടാൾക്കാരെ കണ്ടില്ലേ. ഓല് കുറേ തിരഞ്ഞ് കാണാത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഓല് ചെറിയ കുട്ടികളായോണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ തരികയെന്ന് വിചാരിച്ച് ഞാൻ പോയി നോക്കിയപ്പോൾ ഉണ്ടല്ലോ അവിടെ വലിയൊരു ബട്ടർഫ്ലൈ. ഓടിപ്പോയി നോക്കിയപ്പോൾ ബട്ടർഫ്ലൈൻ്റെ ഷേപ്പേന് കേട്ടോ. അവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കണ്. ഞാനൊക്കെ വായിച്ചു നോക്കി. പിന്നെയും കുറേ തിരഞ്ഞിട്ടോ. കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ ബട്ടർഫ്ലൈസിനൊന്നും കണ്ടില്ല. അങ്ങനെ ഒത്തിരി തിരഞ്ഞപ്പോൾ അതാ അന്നത്താത്ത ഒന്നിനെ കണ്ടു. അന്നത്താത്ത എന്നെ പിടിക്കാൻ വേണ്ടി കുറേ നോക്കി. അവസാനം പൂമ്പാറ്റൻ്റെ വഴിക്ക് പോയിട്ടോ. അല്ലാതെ എന്ത് പറയാനല്ലേ. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് നേരം നോക്കി നിന്നിട്ടാ. നല്ല രസമുണ്ട് ഇനി കാണാൻ. അങ്ങനെ നമ്മളെ ടീംസ് വേറൊരു പൂമ്പാറ്റിനെയും കൂടി കണ്ടുമുട്ടിയിട്ടോ. അങ്ങനെ ഒരു അതിരെ പിടിക്കാനുള്ള തന്ത്രപ്പാടിലായി. ഇത് കണ്ടോ ഈ പൂമ്പാറ്റിനെ ഞാൻ കണ്ടതാട്ടോ. ഞാൻ ആ പൂമ്പാറ്റിനോട് പറഞ്ഞിട്ട് അടുക്ക് ഞാൻ എനിക്ക് കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തുതരാന്ന്. പക്ഷെ ഉണ്ടല്ലോ അതൊന്നും പറഞ്ഞാൽ കേൾക്കണില്ലേനു. അത് കുറേ പാരി കളിച്ചിട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് മെല്ലെ പോകുന്നത്. കാരണം എന്താ അപ്പുറത്ത് കുറേ പൂക്കളും കായ്കളൊക്കെ ഉണ്ടായിന്. ഞാൻ അതിനും കൂടി ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. അതിനോട് ഞാൻ വേഗം അവിടെ നിന്ന് പോകുന്നിട്ടാ. പിന്നെ നമ്മൾ ഇരുട്ട് എടുക്കുമെന്ന് വെച്ചപ്പോൾ എടുക്കാൻ മനസ്സിലായി നമ്മൾ അതിനകത്തിന് ആരും കാണാതെ പോകരുത്. കാരണം ഓളെ സ്നേഹം കൊണ്ടാണല്ലോ ഓളെടുത്ത് ഇങ്ങനെ നടക്കണേലേ. ഓനെ പറഞ്ഞിട്ടും കാര്യമില്ല. തുടക്കത്തിലുള്ള ആവേശമൊക്കെ എല്ലാവർക്കും തീർന്നിക്കണം കേട്ടോ. അങ്ങനെ നടന്ന ഒരു വൈക്ക് അയക്കണം എല്ലാവരും. പിന്നെ ഉണ്ടല്ലോ അതിലൊരു സാധനം കണ്ടപ്പോൾ നമ്മൾ ഇരുട്ട് അതിനകത്തിൻ്റെ ഒക്കത്തുനിന്ന് ഇറങ്ങിട്ടോ. അത് കഴിഞ്ഞ് ഓൻ കുറേ ചിരിച്ചു നോക്കി. പക്ഷെ ഓനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കണപ്പോൾ ഓൻ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നിട്ടാ. ഇവിടുന്ന് കുറച്ചും കൂടി ഇവിടെ നടന്നാൽ പലതും കാണാണ്ടെന്ന് പറഞ്ഞപ്പോൾ മക്കൾക്കൊക്കെ നല്ല ഉഷാറായിട്ടോ. അങ്ങനെ ഓരും നടക്കാൻ തുടങ്ങി. ആ ദൂരെ കാണുന്ന എന്താ അറിയോ പല തരത്തിലുള്ള ആമ്പലും താമരയാട്ടോ. ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ വരണം കേട്ടോ. അല്ലാണ്ട് നമ്മളെ മക്കളും കുട്ടികളൊക്കെ കൂട്ടിക്കൊണ്ടുവന്നാൽ പിന്നെ ഇവരൊക്കെ വെത്തില ഓടാനേ നമുക്ക് നേരം കിട്ടുള്ളൂ. പിന്നെ ഉണ്ടല്ലോ പോണ വഴിക്ക് ചില്ലിൻകൂട്ടിലാക്കി വെച്ചാൽ പല സാധനങ്ങളും നമ്മൾ കണ്ടിട്ടോ. നല്ല രസമുണ്ടേനി. പല തരത്തിലുള്ള കാറ്റസാണെന്ന് തോന്നുന്നുണ്ട്. കുറേ നടന്നുകൊണ്ടാവും നമ്മളെ ചെക്കനെ ആകെ ക്ഷീണിച്ച് ഇറങ്ങിപ്പോയിട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഷൂട്ടിനെ നോക്കിയപ്പോൾ ഈ ഷൂട്ടിയാണെങ്കിൽ എന്താ ഫുൾ ഓണിലാണ്. അനക്കെന്താ ഉറക്കില്ലേ ഈ ഷൂട്ടി എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ വരെ വന്നിട്ട് ഇതൊക്കെ കാണാതെക്കാൻ പറ്റുമാന്നൊരു ചോദ്യം. നമ്മൾ ഇരുട്ടനാണെങ്കിൽ തെങ്ങുമ്മ കയറാൻ പറ്റുമോ നോക്കുന്നുണ്ട്. തെങ്ങുമ്മ തേങ്ങ ഒന്നും കാണാത്തതുകൊണ്ട് ഇപ്പം കയറണ്ട പിന്നെ കയറാൻ പറഞ്ഞു ഓൻ്റെ പണിക്ക് പോയിട്ടോ. ഇതാണ് അടിപൊളി സൺസെറ്റ്. നല്ല രസമുണ്ട് കാണാൻ. കാരണം മഴക്കാലത്തിന്മാർ സൺസെറ്റൊക്കെ കാണുമ്പോഴേ ഒരു സമാധാനം. അതൊക്കെ കണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ദൂരെ അപ്പുറത്തൊരു സംഭവം കണ്ടിട്ടോ. എന്നാൽ പിന്നെ അവിടേക്കൊന്ന് പോയി ഒക്കെ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് കിടന്നു. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം കേട്ടോ. നല്ല അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നോക്കിയാൽ സണ്ണിനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കാണാൻ വേണ്ടി പറ്റുന്നതുകൊണ്ട് നമ്മളെല്ലാവരും അതിൻ്റെ മുകളിൽ കയറി നോക്കി. ഏതായാലും എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നില്ലേ ഷൂട്ടി. എന്നാൽ പിന്നെ ഒരു ഐഫൈ വരെ ചോദിച്ച് പപ്പ. എനിക്ക് അതിനൊന്നും നേരമില്ല. പിന്നെ ആവട്ടെ നോളും ഒരു വിധത്തിൽ പപ്പ ഐഫൈ ഒപ്പിച്ചെടുത്ത്. നമ്മളെ ചെക്കനാണെങ്കിൽ എപ്പോഴും നീച്ചിട്ടില്ല കേട്ടോ. ഓനക്കൊരു പൂവൊക്കെ വെച്ചെടുത്തപ്പോൾ ഓൻ്റെ മഞ്ച് പിന്നെയും കൂടി. അതിൻ്റെ ഇടയിൽ എടുക്കൊന്നും കണ്ണുറന്ന് നോക്കിട്ടോ. അല്ലോ ഇവിടെ എനിക്ക് പറ്റിയ ഏരിയ അല്ലാന്ന് കണ്ടപ്പോൾ ഓൻ പിന്നെ അതേപോലെ തുറന്ന് കണ്ണടച്ചിട്ടാ. പിന്നെ പറയാതെക്കാൻ വയ്യ. നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് തന്നെയാണ് കേട്ടോ ഇത്. ഇവിടുന്ന് നോക്കിയാൽ ഏകദേശം നമ്മളെ നാടിൻ്റെ അവിടെ ഇവിടേക്ക് കുറേയേറെ കാണാം. കാരണം എന്താ വെച്ചാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഭംഗി തന്നെ ഈ ഒരു വ്യൂ പോയിൻ്റാണെന്നാണ് എനിക്ക് അഭിപ്രായം. ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇവിടെ ഉണ്ട് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെയും നടന്നിട്ടോ. വ്യൂ പോയിൻ്റൊക്കെ കണ്ട് തീരും മുന്നേ തന്നെ നമ്മളെ ചങ്ങായി ഓണായിട്ടോ. ഓൻ്റെ കൂടെ നമ്മളെ ഇലുട്ടനും കൂടി ആയപ്പോൾ അവിടുത്തെ കുരുത്തക്കേടിനും ഒരറ്റും പരിധി ഇല്ലാണ്ടായി. ഇതിൻ്റെയൊക്കെ തലവൻ ആരാന്ന് ചോദിക്കുന്നവർക്ക് ഇതാണ് ആ തലവൻ. തലയിൽ പൂവ് കണ്ടില്ലേ. നമ്മളിപ്പോൾ ഈ കയറിയ കയറ്റത്തിൻ്റെ ഒക്കെ ഇറക്കാണ് കേട്ടോ ഈ കാണുന്നത്. ഒരടി തെറ്റിയാൽ മതി താഴെ എത്തിപ്പോവും. അമ്മ വഴുക്കുണ്ട് കേട്ടോ മഴക്കാലമായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇറങ്ങി വരാനൊക്കെ. ഞാനും മോനെയും കൊണ്ട് മെല്ലെ കേട്ടോ ഇറങ്ങി വന്നത്. അങ്ങനെ ഇറങ്ങി വന്ന ക്ഷീണത്തിൽ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴാണ് ഇലൂട്ടനെ അപ്പുറത്ത് കണ്ടത്. ഓടി വാ ഇലൂട്ടാന്ന് പറഞ്ഞപ്പോൾ അവൻ ഓടി വരികയാണ് കേട്ടോ. അങ്ങനെ ഓരോ ഓടി വന്ന് ഞങ്ങളെ കൂടെ ഇരുന്നിട്ടോ. ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. കാരണം ഞങ്ങളെല്ലാവരും കൂടി ഉള്ളൊരു ഫോട്ടോ എടുക്കാൻ കിട്ടൽ വളരെ അപൂർവ നിമിഷങ്ങളിലാട്ടോ. അപ്പോൾ ഇത്തരം നിമിഷങ്ങളൊക്കെ നമുക്ക് സ്പെഷ്യൽ ആവുമല്ലോ അല്ലേ. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരു കാര്യം പറയാണ്ട്. എല്ലാവർക്കും എപ്പോഴും മറന്നു പോവും. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നുണ്ട്. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നം ഇവിടെ തീർന്നു കിട്ടും കേട്ടോ. നമ്മളെ പോക്കിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നങ്കുരുടനെ ഒരു പതിവ് തന്നെയാണ് കേട്ടോ. ക്ഷമയുടെ നെല്ലിപ്പലക എന്ന് കേട്ടിട്ടില്ലേ? ഇനി ഞാൻ നെല്ലിപ്പലക കാണിച്ചു തരാം. വെച്ചോ.
സംഭവം മനസ്സിലായോ? മൂത്താപ്പൊരു വടി എടുത്തപ്പോഴത്തേനും ഓടി കഴിച്ചിലായതാണ് കേട്ടോ. ആദ്യമൊക്കെ മടി കാണിച്ചെങ്കിലും പിന്നെ ഞങ്ങളെ കൂടെ വരാൻ മൂപ്പര് റെഡി ആയിട്ടോ. അങ്ങനെ നടക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇലൂട്ടനെ പപ്പെടുത്തിട്ടോ. അപ്പോഴേക്ക് ഇഷുമോളും ഉറങ്ങിപ്പോയിണ്ടേനി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഏകദേശം സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.